ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഫൈനൽ അക്കൗണ്ട്സ് എന്നിവ പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ്. ആദ്യം നമുക്ക് ജേണൽ നോക്കാം. 1/4/2020 മിസ്റ്റർ സ്മാർട്ട് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹10 lakh. നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസ് അറിയാം. എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസ്? അസറ്റ്സ്, എക്സ്പെൻസ് എന്നിവയിൽ ഇൻക്രീസുകൾ ഉണ്ടാവുമ്പോൾ അസറ്റ് അക്കൗണ്ടിനെ അല്ലെങ്കിൽ എക്സ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, റവന്യൂ ഇത്തരം അക്കൗണ്ടുകളിൽ ഇൻക്രീസ് ഉണ്ടാവുമ്പോൾ ആ ലയബിലിറ്റി അക്കൗണ്ടിൻ്റെ പേര് അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ തന്ന ആളുടെ പേര്, ആ റവന്യൂ പേര് ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് ഈ കേസിൽ മിസ്റ്റർ സ്മാർട്ട് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹10 lakh. ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് ഒരു അസറ്റാണ്. ക്യാഷിൽ ഇൻക്രീസ് ഉണ്ടായി, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ സ്മാർട്ട് സ്റ്റാർട്ട് ചെയ്താണ് ബിസിനസ്. ബിസിനസ്സിലേക്ക് അതിൻ്റെ ഓണർ തരുന്നതിന് ക്യാപിറ്റൽ എന്നാണ് പറയുക. ക്യാപിറ്റലിൽ ഇൻക്രീസ് ഉണ്ടായി, അപ്പോൾ സ്മാർട്ടിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പേര് സ്മാർട്ട് ക്യാപിറ്റൽ അക്കൗണ്ട്. ആ അക്കൗണ്ടിന് ഇൻക്രീസ് ഉണ്ടായതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. The entry cash account debtor to smart capital. ഇത് നമ്മൾ എൻട്രി എഴുതുമ്പോൾ അതിന് ജേണലിന് പ്രത്യേകിച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ജേണൽ എഴുതുക. 5 കോളംസ് ഉണ്ടാവും. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് റുപ്പീസ്, ക്രെഡിറ്റ് റുപ്പീസ്. ഇതാണ് ജേണലിൻ്റെ ഫോർമാറ്റ്. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതും. ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ഡെറ്റർ നമ്മളിങ്ങനെ DR എന്ന് മാത്രമേ എഴുതുള്ളൂ. എന്നിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എഴുതുമ്പോൾ ഒരു ചെറിയ സ്പേസ് വിട്ടിട്ട് 2 എന്ന് എഴുതിയിട്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടിൻ്റെ പേര് എഴുതുക. ക്യാഷ് അക്കൗണ്ടിൻ്റെ നേരെ ഡെബിറ്റിൻ്റെ നേരെ ഡെബിറ്റ് കോളത്തിൽ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് അക്കൗണ്ട് ചെയ്യേണ്ട അക്കൗണ്ടിൻ്റെ നേരെ ക്രെഡിറ്റ് കോളത്തിൽ ക്രെഡിറ്റ് എമൗണ്ടും എഴുതും. അതിനുശേഷം നരേഷൻ എഴുതും. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ടു ദ ബിസിനസ് ബൈ മിസ്റ്റർ സ്മാർട്ട്. ഡെബിറ്റ് ചെയ്ത അതേ എമൗണ്ടിന് ഈക്വലൻ്റ് ആയിട്ട് ക്രെഡിറ്റ് എമൗണ്ടും വരണം. അപ്പോൾ 5 കോളംസ് ആണ്. ഈ LF കോളം ഇപ്പോൾ ഒന്നും നമ്മൾ എഴുതില്ല. LF കോളം ലെഡ്ജർ എഴുതുന്ന സമയത്താണ്. ഈ ലെഡ്ജറിൽ ഈ ക്യാഷ് അക്കൗണ്ടിൻ്റെ പേജ് നമ്പർ എത്രയാണ് അത് എഴുതാൻ വേണ്ടിയിട്ടുള്ള കോളാണത്. അതേപോലെ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ലെഡ്ജറിൽ ഏത് പേജ് നമ്പറാണ് ആ പേജ് നമ്പർ നമ്മൾ എഴുതും. ഇത് 100 ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് 100 എന്ന് എഴുതും. ഇത് 59 ആണെങ്കിൽ 59 എന്ന് എഴുതും. അങ്ങനെ ഒരു പേജ് നമ്പർ എഴുതാൻ വേണ്ടിയിട്ടുള്ള കോളാണ് ലെഡ്ജർ ഫോളിയോ കോളം. ലെഡ്ജർ ഫോളിയോ കോളം നമ്മൾ ജേണൽ എഴുതുന്ന സമയത്ത് ഫിൽ ചെയ്യില്ല. നമുക്ക് ലെഡ്ജർ എഴുതുന്ന സമയത്താണ് ആ പേജ് നമ്പർ അറിയുള്ളൂ. ആ സമയത്താണ് നമ്മളത് ലെഡ്ജർ ഫോളിയോ കോളം ഫില്ല് ചെയ്യുകയുള്ളൂ. ഓക്കെ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സ്മാർട്ട് ക്യാപിറ്റൽ. ഇനി നമ്മളിത് പോസ്റ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിൽ പോയി പോസ്റ്റ് ചെയ്യണം. അതേപോലെ ക്യാപിറ്റൽ അക്കൗണ്ടിലും പോയിട്ട് പോസ്റ്റ് ചെയ്യണം. ലെഡ്ജറിൽ ക്യാഷിനൊരു അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ലെഡ്ജറിൽ പോയിട്ട് നമ്മൾ ഒരു പേജിൽ ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കും. ലെഡ്ജറിൽ ക്യാഷ് അക്കൗണ്ട്, അതേപോലെ വേറൊരു പേജിൽ ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്ക് 2 അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ക്യാഷ് അക്കൗണ്ട്, മിസ്റ്റർ സ്മാർട്ടിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഇങ്ങനെ T എന്ന് വരയ്ക്കുകയാണ്. എങ്ങനെ ഇത് വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം, പിന്നീട് പറഞ്ഞു തരാം. ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ ജേണൽ എൻട്രി എന്തായിരുന്നു? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ്
ക്രെഡിറ്റ് ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ആ ഡേറ്റ് എല്ലാം എഴുതിയതിന് ശേഷം ക്രെഡിറ്റ് ചെയ്യേണ്ട ആ അക്കൗണ്ടിൻ്റെ പേര് ഇവിടെ എഴുതും. ടു ക്യാപിറ്റൽ. എമൗണ്ട് 10 lakh. അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വന്നിട്ട് ഡേറ്റ് എല്ലാം എഴുതിയതിന് ശേഷം നമ്മൾ ബൈ എന്നാണ് എഴുതുക. ബൈ ഈ അക്കൗണ്ടിൻ്റെ പേര് ബൈ ക്യാഷ്. 10 lakh. ബൈ ക്യാഷ് 10 lakh. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. 8 കോളം ഉണ്ടാവും ഒരു ലെഡ്ജറിന്. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഈ സൈഡിൽ ഡെബിറ്റ് സൈഡ് നമുക്ക് പറയാം, ഈ സൈഡ് ക്രെഡിറ്റ് സൈഡാണ്. ഓക്കെ, നമ്മൾ എൻട്രി എന്തായിരുന്നു? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് ചെയ്യുക ടു ക്യാപിറ്റൽ. ഡേറ്റ്സ് എല്ലാം എഴുതിയിട്ട് ടു ക്യാപിറ്റൽ 10 lakh. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് 10 lakh. ഇതേപോലെ തന്നെ ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഹെഡിങ് എഴുതി. എന്നിട്ട് ബൈ ക്യാഷ്. നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ ജേണൽ ഇങ്ങനെ ആയിരുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മിസ്റ്റർ സ്മാർട്ട്സ് ക്യാപിറ്റൽ. നമ്മളൊരു ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ക്യാഷ് അക്കൗണ്ടിൽ കൊടുത്തിട്ട് ടു ക്യാപിറ്റൽ എന്ന് എഴുതി. ക്യാപിറ്റൽ അക്കൗണ്ടിൽ വന്നിട്ട് ബൈ ക്യാഷ് എന്ന് എഴുതി. ഓക്കെ, ഇങ്ങനെയാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ എഴുതിയതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തൊരു ട്രാൻസാക്ഷൻ നോക്കാം. 2/4/2020 പെയ്ഡ് റെന്റ് ഡെപ്പോസിറ്റ് ₹20,000. റെന്റ് അല്ല കൊടുത്തത്, റെന്റ് ഡെപ്പോസിറ്റ്. ഇത് റീഫണ്ടബിൾ റെന്റ് ഡെപ്പോസിറ്റ് ആണ്. പിന്നീട് തിരിച്ചു കിട്ടുന്ന ഡെപ്പോസിറ്റ്സ് ആണ്. ഡെപ്പോസിറ്റ്സുകളെല്ലാം അസറ്റ്സ് ആണ്. അപ്പോൾ അസറ്റിൽ ഒരു ഇൻക്രീസ് ഉണ്ടായി. അപ്പോൾ ഈ അക്കൗണ്ടിൻ്റെ പേരിനെ ഡെബിറ്റ് ചെയ്യണം. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, ക്യാഷ് കുറഞ്ഞത് കൊണ്ട് ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റെന്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. റെന്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നമുക്കത് ജേണലിലേക്ക് നോക്കാം എങ്ങനെയാണത് ചെയ്തിട്ടുള്ളതെന്ന്. റെന്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഡേറ്റ് എഴുതിയിട്ട് റെന്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 20,000. നരേഷൻ എഴുതുക. പെയ്ഡ് റീഫണ്ടബിൾ റെന്റ് ഡെപ്പോസിറ്റ്സ് ഫോർ ദ ഷോപ്പ്. ഇനി ഇത് നമ്മൾ ഈ ജേണൽ പോസ്റ്റ് ചെയ്യാം, ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാം. നമുക്ക് 2 അക്കൗണ്ട് വേണം. ഒന്ന് റെന്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, പിന്നെ ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് റെന്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ്. റെന്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് ആദ്യം അത് പോസ്റ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ആദ്യം വരക്കാം. റെന്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ ടു ക്യാഷ്. ഡെബിറ്റ് ചെയ്യേണ്ടത് റെന്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ്. നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ്, എന്നിട്ട് നമ്മൾ ആ ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിന്റെ പേരാണ് ഇവിടെ എഴുതുക. ടു ക്യാഷ് 20,000. റൈറ്റ്. നമുക്കിനി ക്യാഷ് അക്കൗണ്ടിലേക്ക് പോവാം. നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാഷ് അക്കൗണ്ട്. ആ ക്യാഷ് അക്കൗണ്ടിലേക്ക് പോവാം. നേരത്തെ നമ്മൾ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 10 lakh നേരത്തെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് റെന്റ് ഡെപ്പോസിറ്റ് നമ്മൾ കൊടുത്തു 20,000. ക്രെഡിറ്റ് ചെയ്തു ബൈ റെന്റ് ഡെപ്പോസിറ്റ്സ്. നമ്മുടെ ജേണൽ എൻട്രി എന്തായിരുന്നു? ജേണൽ എൻട്രി ഇങ്ങനെ ആയിരുന്നു. റെന്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. റെന്റ് ഡെപ്പോസിറ്റിൽ പോയിട്ട് ടു ക്യാഷ് എന്ന് എഴുതി. ക്യാഷ് അക്കൗണ്ടിൽ പോയിട്ട് ബൈ റെന്റ് ഡെപ്പോസിറ്റ്. ക്യാഷ് അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ എഴുതി ബൈ റെന്റ് ഡെപ്പോസിറ്റ്. അപ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിൽ ഇനി എത്രയേ ഉള്ളൂ? 10 lakh ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 20,000 പോയി. ഇനിയുള്ളത് 9,80,000 ക്യാഷ് ഉണ്ട്. റൈറ്റ്. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോവാം. 3/4/2020 പർച്ചേസ് ഗുഡ്സ് ഫോർ ₹10,000. 10,000 ഗുഡ്സ് വാങ്ങി ഫോർ ക്യാഷ്. ബിസിനസ്സിലേക്ക് കുറച്ച് ഗുഡ്സ് വന്നു, ഒരു എക്സ്പെൻസ് ഉണ്ടായി. ഗുഡ്സ് വാങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിന്റെ പേരാണ് പർച്ചേസ്. ഗുഡ്സ് വാങ്ങുമ്പോൾ മാത്രം എഴുതുന്ന അക്കൗണ്ടാണ് പർച്ചേസ്.
വേറെ എന്ത് സാധനം വാങ്ങിയാലും പർച്ചേസ് എന്ന് എഴുതില്ല. ഗുഡ്സ് വാങ്ങിയാൽ എഴുതുന്ന അക്കൗണ്ടിന്റെ പേരാണ് പർച്ചേസ്. ക്യാഷ് കൊടുത്തുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പോൾ പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്. പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു കയ്യിൽ നിന്ന് ക്യാഷ് പോയി ടു ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 10,000 10,000. ഓക്കെ, നമ്മൾ ജേണലിലേക്ക് പോവാം. എങ്ങനെയാണ് ചെയ്തതെന്ന്. 5 കോളംസ് ഉണ്ട്. അതിൽ നമ്മൾ ഡേറ്റ് എഴുതി. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നരേഷൻ എഴുതി. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതിയിട്ട് 2 എന്ന് എഴുതുമ്പോൾ ചെറിയൊരു സ്പേസ് വിട്ടിട്ട് ആണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അക്കൗണ്ടിന്റെ പേര് എഴുതുന്നത്. പർച്ചേസ് അക്കൗണ്ടിന്റെ നേരെ ഡെബിറ്റ് എമൗണ്ട് എഴുതി. ക്യാഷിന്റെ നേരെ ക്രെഡിറ്റ് കോളത്തിൽ ക്രെഡിറ്റ് എമൗണ്ടും എഴുതി. ഇനി ഇതിനെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ഒരു പർച്ചേസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് നമുക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് പർച്ചേസ് അക്കൗണ്ട് ആണ്. നോക്കാം എങ്ങനെയാണ്. പർച്ചേസ് അക്കൗണ്ട് നമുക്ക് 8 കോളംസ് ഉണ്ടാവും. പർച്ചേസ് അക്കൗണ്ടിന് 8 കോളം. പർച്ചേസ് അക്കൗണ്ടിൽ എഴുതേണ്ടത് എന്താണ്? ടു ക്യാഷ്. ടു ക്യാഷ് 10,000 എഴുതി. ടു ക്യാഷ് 10,000. ക്യാഷ് അക്കൗണ്ട് നമുക്ക് ഓൾറെഡി ഉണ്ട്. നമ്മൾ 2 സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇപ്പോൾ ഒരു സംഭവം കൂടി വന്നു. ബൈ പർച്ചേസ് 10,000. 3/4/2020 ബൈ പർച്ചേസ് 10,000. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ ക്യാഷ് 10 lakh ഉണ്ടായിരുന്നു. അതിന് 20,000 റെന്റ് ഡെപ്പോസിറ്റ് കൊടുത്തു. അപ്പോൾ 9,80,000 ആയി. 9,80,000 വീണ്ടും 10,000 പോയി. ഇനി 9,70,000 റുപ്പീസ് ബാലൻസ് ഉണ്ട് ക്യാഷ്. ഗുഡ്സ് വാങ്ങിയതാണ് 10,000. അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ് ഗുഡ്സ് ഫ്രം ജെയിംസ് ₹60,000 ഓൺ ക്രെഡിറ്റ്. ജെയിംസിന്റെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങി ഗുഡ്സ്. കടമായിട്ട് ഓൺ ക്രെഡിറ്റ്. ഗുഡ്സ് ആണ് വാങ്ങിയത്. അപ്പോൾ പർച്ചേസ് എന്നുള്ള അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഗുഡ്സ് വാങ്ങുമ്പോൾ പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് പോയിട്ടില്ല, കടമായിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ടു ജെയിംസ്. ടു ക്യാഷ് എന്ന് എഴുതരുത്, കടമായിട്ട് വാങ്ങിയത് കൊണ്ട് ആരെന്നാണ് നമ്മൾ വാങ്ങിയത് ആ വാങ്ങിയ ആളുടെ പേര് ക്രെഡിറ്റ് ചെയ്യുക. ലാബിലിറ്റിയാണ്. ലാബിലിറ്റി ഉണ്ടാവുമ്പോൾ, ലാബിലിറ്റി ഇൻക്രീസ് ഉണ്ടാവുമ്പോൾ ലാബിലിറ്റി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ജെയിംസ്. ആരുടെ കയ്യിൽ നിന്നാണ് നമ്മളത് വാങ്ങിയത്? വാങ്ങിയ ആളുടെ പേര് ക്രെഡിറ്റ് ചെയ്തു. ക്യാഷിനെ വാങ്ങിയെങ്കിൽ നമ്മളിവിടെ ക്യാഷ് എന്ന് എഴുതും. പക്ഷെ അത് കടമായിട്ട് വാങ്ങിയത് കൊണ്ട് ടു ജെയിംസ്. ഗുഡ്സ് വാങ്ങിയത് കൊണ്ടാണ് നമ്മൾ പർച്ചേസ് എന്ന് എഴുതിയത്. ഓക്കെ, എമൗണ്ട് 60,000. സെയിം എമൗണ്ട് തന്നെ നമ്മൾ 60,000. അപ്പോൾ എൻട്രി എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജെയിംസ്. നരേഷൻ എഴുതുക. പർച്ചേസ് ഗുഡ്സ് ഫ്രം ജെയിംസ്. അതിൻ്റെ ഒരു ബിൽ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബിൽ നമ്പർ എഴുതാം. ഇതെങ്ങനെ പോസ്റ്റ് ചെയ്യാം? പർച്ചേസ് അക്കൗണ്ട് നമുക്ക് ഓൾറെഡി ഉണ്ട്. നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ പർച്ചേസ് അക്കൗണ്ടിലേക്ക് അത് പോസ്റ്റ് ചെയ്യുക. പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ടിൽ എന്തെഴുതും? ടു ജെയിംസ്. ജെയിംസ് അക്കൗണ്ടിൽ എന്തെഴുതും? ബൈ പർച്ചേസ്. പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ എഴുതുന്നു ടു ജെയിംസ്. ഇപ്പോൾ പർച്ചേസ് നേരത്തെ പർച്ചേസ് ചെയ്ത 10,000 ഉണ്ട്. ക്യാഷ് കൊടുത്ത് വാങ്ങിയത്. ഇപ്പോൾ നമ്മൾ ജെയിംസിന്റെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങി. ഇപ്പോൾ പർച്ചേസ് 70,000 ആയി. ജെയിംസിന്റെ അക്കൗണ്ടിൽ എന്തെഴുതും? ബൈ പർച്ചേസ്. ജെയിംസിന്റെ അക്കൗണ്ടിൽ ബൈ പർച്ചേസ് 60,000. ഇനി നമ്മൾ അടുത്തൊരു ട്രാൻസാക്ഷനിലേക്ക് പോവാം. 4/4/2020 ഫ്രൈറ്റ് പെയ്ഡ് ₹2,000. ഈ പർച്ചേസുമായി ബന്ധപ്പെട്ട് ചില ഫ്രൈറ്റ് കൊടുക്കേണ്ടി വന്നു. വണ്ടി കൂലി കൊടുക്കേണ്ടി വന്നു. ഫ്രൈറ്റ് ₹2,000. ഫ്രൈറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. ഫ്രൈറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ക്യാഷ് ഒരു അസറ്റ് ആണ്. അസറ്റ് കുറയുമ്പോൾ അസറ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. ഫ്രൈറ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടി, അപ്പോൾ എക്സ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് കൊടുത്താണ്, അപ്പോൾ ക്യാഷ് കുറഞ്ഞു, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. എമൗണ്ട് 2,000. സെയിം എമൗണ്ട് തന്നെ ക്രെഡിറ്റ് ചെയ്തു 2,000. നരേഷൻ എഴുതി. ഈ സംഭവം തന്നെ നരേഷനായിട്ട് എഴുതുക. റൈറ്റ് ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ്. നമ്മൾ എങ്ങനെ പോസ്റ്റ് ചെയ്യും? ഫ്രൈറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഫ്രൈറ്റ് അക്കൗണ്ടിൽ പോയിട്ട് ടു ക്യാഷ്.
പുതുതായിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, ഫ്രൈറ്റ് അക്കൗണ്ട്. അതിൽ എഴുതുക ടു ക്യാഷ്. ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ പോയിട്ട് ബൈ ഫ്രൈറ്റ്. ഫ്രൈറ്റ് അക്കൗണ്ടിൽ ടു ക്യാഷ്. ക്യാഷ് അക്കൗണ്ടിൽ ബൈ ഫ്രൈറ്റ് 2000. അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ് ഗുഡ്സ് ഫ്രം ജെയിംസ്. ജെയിംസിന്റെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങി ഓൺ ക്രെഡിറ്റ് ഫോർ ₹30,000. നേരത്തെ കടമായിട്ട് വാങ്ങിയിട്ടുണ്ട്, വീണ്ടും കടമായിട്ട് വാങ്ങണം ജെയിംസിന്റെ കയ്യിൽ നിന്ന്. ഗുഡ്സ് ആണ് വാങ്ങിയത്. ഗുഡ്സ് ഒരു എക്സ്പെൻസ് ആണ്. ഗുഡ്സ് വാങ്ങുക എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് കൊടുത്തിട്ടില്ല, ജെയിംസിന്റെ കയ്യിൽ നിന്ന് കടമായിട്ടാണ് വാങ്ങിയത്. ജെയിംസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ജെയിംസ്. എമൗണ്ട് 30,000. നരേഷൻ എടുത്തു. ഇതിൽ പർച്ചേസ് അക്കൗണ്ട് ഓൾറെഡി നമുക്ക് പർച്ചേസ് അക്കൗണ്ട് ഉണ്ട്, നേരത്തെ വാങ്ങിയ പർച്ചേസസ് ഉണ്ട്. ആ അക്കൗണ്ടിൽ പോയിട്ട് ടു ജെയിംസ് എന്ന് എഴുതുക 30,000. ജെയിംസ് അക്കൗണ്ടിൽ പോയിട്ട് ബൈ പർച്ചേസ്. പർച്ചേസ് അക്കൗണ്ടിൽ ടു ജെയിംസ്. പർച്ചേസ് ഇപ്പോൾ 40,000 ആയി മാറി. ജെയിംസ് അക്കൗണ്ടിൽ ബൈ പർച്ചേസ് 30,000. ഇപ്പൊ ജെയിംസിന് നമ്മൾ 90,000 റുപ്പീസ് കൊടുക്കാനുണ്ട്. നേരത്തെ വാങ്ങിയ 60,000ഉം ഇപ്പോൾ വാങ്ങിയ 30,000, ടോട്ടൽ 90,000 റുപ്പീസ് കൊടുക്കാനുണ്ട് ജെയിംസിന്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 6/4/2020 പെയ്ഡ് ₹5,000 ടു ജെയിംസ്. ജെയിംസിന് നമ്മൾ 90,000 ആണ് കൊടുക്കാനുള്ളത്. അതിൽ ഒരു 5,000 ഇപ്പോൾ കൊടുത്തു. അപ്പോൾ ആർക്കാണ് കൊടുക്കുന്നത്? അതൊരു ലയബിലിറ്റി ആയിരുന്നു. ആ ലയബിലിറ്റി കുറയുകയാണ്. ജെയിംസ് എന്ന് പറയുന്ന ലയബിലിറ്റി ഇപ്പോൾ കുറയാണ്. ലയബിലിറ്റി കുറയുമ്പോൾ ആ ലയബിലിറ്റി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ലയബിലിറ്റി കുറയുകയാണ്. ലയബിലിറ്റി കുറയുമ്പോൾ ലയബിലിറ്റി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ലയബിലിറ്റി കൂടുകയാണെങ്കിലാണ് ലയബിലിറ്റി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ലയബിലിറ്റി കുറയുന്നത് കൊണ്ട് ലയബിലിറ്റി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജെയിംസ് എന്ന് പറയുന്ന ലയബിലിറ്റി കുറയുകയാണ്. ജെയിംസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. നമ്മുടെ ക്യാഷ് പോവുകയാണ്, 5,000 കൊടുക്കുകയാണ്. അപ്പോൾ ക്യാഷ് നമ്മുടെ ഒരു അസറ്റാണ്. അസറ്റ് കുറയുന്നു. അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി ജെയിംസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ജെയിംസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നോക്കാം. ജെയിംസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 5,000. ഓൾറെഡി നമുക്ക് രണ്ട് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ജെയിംസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജെയിംസ് അക്കൗണ്ടിൽ പോവുക. അദ്ദേഹത്തിന് നമ്മൾ 90,000 റുപ്പീസ് കൊടുക്കാനുണ്ടായിരുന്നു. അതിലിപ്പോൾ ഒരു 5,000 കൊടുത്തു ടു ക്യാഷ്. ഇനി എത്ര കൊടുക്കാനുണ്ട്? ഇനി ഒരു 85,000 റുപ്പീസും കൂടെ കൊടുക്കാനുണ്ട്. 90,000ൽ നിന്ന് 5,000 പോയി കഴിഞ്ഞാൽ ഇനി 85,000 റുപ്പീസും കൂടെ കൊടുക്കാനുണ്ട്. ക്യാഷ് അക്കൗണ്ടിലേക്ക് പോകണം. ക്യാഷ് അക്കൗണ്ടിൽ പോയിട്ട് ബൈ ജെയിംസ് 5,000. 10 lakh റുപ്പീസ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. 20,000 റെന്റ് ഡെപ്പോസിറ്റ് കൊടുത്തു. ഗുഡ്സ് പർച്ചേസ് ചെയ്തു 10,000-ന്. പിന്നെ നമ്മൾ ഫ്രൈറ്റ് കൊടുത്തു 2,000. ജെയിംസിന് 5,000 കൊടുത്തു. ഇനി ബാലൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. എത്ര കാശ് ബാലൻസ് ഉണ്ടോ ലാസ്റ്റ് നോക്കാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് വിറ്റു. ഗുഡ്സ് വിൽക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിന്റെ പേരാണ് സെയിൽസ് അക്കൗണ്ട്. ഗുഡ്സ് വിൽക്കുമ്പോൾ നമ്മൾ സെയിൽസ് അക്കൗണ്ടിലാണ് അത് എഴുതുക. നമ്മുടെ ഗുഡ്സ് ക്യാഷിനാണ് വിറ്റത്. ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അസറ്റിൽ ഇൻക്രീസ് ഉണ്ടായി. 25,000 റുപ്പീസിന്റെ ഇൻക്രീസ് ഉണ്ടായി. നമുക്ക് റവന്യൂ ഉണ്ടായി. റവന്യൂ കൂടുമ്പോൾ റവന്യൂ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. നോക്കാം. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 25,000 റുപ്പീസ്. നരേഷ് സെയിൽസ് ഫോർ ക്യാഷ്. ക്യാഷ് അക്കൗണ്ട് നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ പോയി ഡെബിറ്റ് ചെയ്യുക. 25,000 കൂടെ കിട്ടി. നേരത്തെ 10 lakh ആയിരുന്നു ഒരു ക്യാപിറ്റൽ കിട്ടിയത്. ഇപ്പോൾ 25,000 കൂടെ ക്യാഷ് വന്നു. ക്യാഷ് അക്കൗണ്ടിൽ പോയിട്ട് ടു സെയിൽസ്. സെയിൽസ് നടത്തിയിട്ട് നമുക്ക് 25,000 കിട്ടി. സെയിൽസ് അക്കൗണ്ടിൽ പോയിട്ട് ബൈ ക്യാഷ്. ക്യാഷ് അക്കൗണ്ടിൽ ടു സെയിൽസ് 25,000. സെയിൽസ് അക്കൗണ്ടിൽ ബൈ ക്യാഷ് 25,000. ഇത്രയും ക്യാഷാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്.
അതിന് കുറേ എക്സ്പെൻസുകൾ പലതരത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ബാലൻസ് നമുക്ക് പിന്നെ നോക്കാം, എത്ര ക്യാഷ് ഉണ്ടെന്ന് പിന്നീട് നോക്കാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, ബോട്ട് എ ചെയർ ഫോർ ₹8,000. ഇവിടെ വാങ്ങിയത് ചെയർ ആണ്, ഗുഡ്സ് അല്ല വാങ്ങിയത്, ചെയർ ആണ്. ചെയർ എന്ന് പറയുന്നത് ഫർണിച്ചർ ആണ്. ഫർണിച്ചർ എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. ഫർണിച്ചർ അസറ്റ് ആണ്. അപ്പോൾ നമുക്കൊരു അസറ്റ് ഉണ്ടായി, അസറ്റ് ഇൻക്രീസ് ആയി, ₹8,000 അസറ്റ് ഇൻക്രീസ് ഉണ്ടായി, ഡെബിറ്റ് ചെയ്യണം. വാങ്ങിയപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ക്യാഷ് ഒരു അസറ്റ് തന്നെയാണ്, ക്യാഷ് കുറഞ്ഞപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ഈ അസറ്റിന്റെ പേര് ഫർണിച്ചർ എന്ന് നമുക്ക് എഴുതാം. ഫർണിച്ചർ, ചെയർ വാങ്ങുമ്പോൾ ഫർണിച്ചർ എന്ന് പറയും. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ക്യാഷ് കൊടുത്തുകൊണ്ടാണ് വാങ്ങിയത്. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ. ഗുഡ്സ് വാങ്ങുമ്പോൾ മാത്രമാണ് പർച്ചേസ് എന്ന് എഴുതാൻ പാടുള്ളൂ. ഇത് ഗുഡ്സ് അല്ല, ഇത് നമ്മൾ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ഐറ്റമാണ്. നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന ഐറ്റം അല്ല, നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റമാണ് ഫർണിച്ചർ. കുറേ വർഷം ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഒരു അസറ്റ് ആണ് ഫർണിച്ചർ. ഫർണിച്ചർ അക്കൗണ്ടിന്റെ പേര് ഡെബിറ്റ് ചെയ്തു ടു ക്യാഷ് 8,000. നരേഷൻ എഴുതി. എന്നിട്ട് ഫർണിച്ചർ അക്കൗണ്ടിൽ ഇത് പോസ്റ്റ് ചെയ്യണം. ഫർണിച്ചർ അക്കൗണ്ട് വരയ്ക്കുക, ലെഡ്ജറിൽ ടു ക്യാഷ്. ഫർണിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക ടു ക്യാഷ്. ക്യാഷ് അക്കൗണ്ടിൽ എഴുതുക ബൈ ഫർണിച്ചർ. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ്. ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് ബൈ ഫർണിച്ചർ. നോക്കാം എങ്ങനെ അത് പ്രിപ്പയർ ചെയ്തിരുന്നു. ഫർണിച്ചർ അക്കൗണ്ടിൽ ടു ക്യാഷ്, ക്യാഷ് അക്കൗണ്ടിൽ ബൈ ഫർണിച്ചർ. കുറേ എക്സ്പെൻസുകൾ ഉണ്ടായി. അതിൻ്റെ കൂടെ ഒരു ഫർണിച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ₹8,000 സ്പെൻഡ് ചെയ്തു. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ അലി ഓൺ ക്രെഡിറ്റ് ₹30,000. ഗുഡ്സ് നമ്മൾ മിസ്റ്റർ അലിക്ക് കടമായിട്ട് വിറ്റു, ക്രെഡിറ്റിന് വിറ്റു. ആർക്കാണ് നമ്മൾ കൊടുത്തത്? അവർക്ക് ആർക്കെങ്കിലും നമ്മൾ ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ അവർ നമുക്ക് എമൗണ്ട് തരണം. അലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു അസറ്റ് ആണ്. ഇനി അലി നമുക്ക് പേയ്മെന്റ് തരാനുണ്ട്. ഡെപ്റ്റേഴ്സ് ആണ്. കാശ് തരാനുള്ള ആളുകളെ പറയുന്ന പേരാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ അവരെ പറയുന്ന വേറൊരു പേരാണ് ട്രേഡ് റിസീവബിൾസ് എന്ന് പറയാം. ട്രേഡ് റിസീവബിൾസ് അല്ലെങ്കിൽ പറയും അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയാം. ക്യാഷ് തരാനുള്ള ആളുകളെ ട്രേഡ് റിസീവബിൾസ്, അക്കൗണ്ട്സ് റിസീവബിൾസ്, ഡെപ്റ്റേഴ്സ് എന്നെല്ലാം പറയും. അപ്പോൾ നമുക്ക് പൈസ തരാനുള്ള ആളുകളാണ്. ക്യാഷ് കിട്ടിയിട്ടില്ല. ക്യാഷ് കിട്ടിയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതാമായിരുന്നു. പക്ഷെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതാൻ പറ്റില്ല, ക്യാഷ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അലി അക്കൗണ്ട് ഡെറ്റർ, അലി അക്കൗണ്ട് ഡെറ്റർ. സെയിൽസ് നടന്നതാണ്, നമുക്കൊരു റവന്യൂ ആണ്. സെയിൽസ് എന്ന് പറയുന്നത് ഒരു റവന്യൂ ആണ്. അലി അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. റവന്യൂ ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ ആ റവന്യൂ അക്കൗണ്ടിന്റെ പേര് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അലി അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഗുഡ്സ് കടമായിട്ട് നമ്മൾ അലിക്ക് വിറ്റതാണ്, അലി അക്കൗണ്ട് ഡെറ്റർ. റവന്യൂ ഉണ്ടായി ടു സെയിൽസ് 30,000. നരേഷൻ എഴുതി. എന്നിട്ട് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അലി അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക ടു സെയിൽസ്. അലി അക്കൗണ്ടിൽ ടു സെയിൽസ്. സെയിൽസ് അക്കൗണ്ടിൽ ബൈ അലി. അലി അക്കൗണ്ടിൽ എഴുതുന്നു ടു സെയിൽസ്. സെയിൽസ് അക്കൗണ്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു സെയിലും കൂടെ വന്നു ബൈ അലി. ഇത് ക്യാഷ് കിട്ടിയ സെയിലാണ്, ഇത് നമ്മൾ കടമായിട്ട് വിറ്റ സെയിൽസ്. സെയിൽസ് അക്കൗണ്ടിൽ ഇപ്പോൾ 55,000 ആയി. നമ്മൾ ഈ വർഷം ഈ മാസം 55,000 രൂപയുടെ ഗുഡ്സ് വിറ്റിട്ടുണ്ട്. കുറച്ച് ക്യാഷിന് വിറ്റു, കുറച്ച് കടമായിട്ട് വിറ്റു. റൈറ്റ്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, പെയ്ഡ് സാലറി ₹5,000 ആൻഡ് റെന്റ് ₹2,000. സാലറിയും കൊടുത്തു, റെന്റും കൊടുത്തു. സാലറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, റെന്റ് എന്ന് പറയുന്നതും എക്സ്പെൻസ് ആണ്. ഇത് റെന്റ് ഡെപ്പോസിറ്റ് അല്ല, ഇത് മാസം മാസം ഉണ്ടാവുന്ന റെന്റ് ആണ്, എക്സ്പെൻസ് ആണ്. സാലറിയും എക്സ്പെൻസ് ആണ്. സാലറി അക്കൗണ്ട് ഡെറ്റർ, റെന്റ് അക്കൗണ്ട് ഡെറ്റർ എല്ലാം എക്സ്പെൻസ് ആണ്. സാലറി അക്കൗണ്ട് ഡെറ്റർ 5,000 എക്സ്പെൻസ് കൂടി. സാലറി എന്ന് പറയുന്ന റെന്റ് അക്കൗണ്ട് ഡെറ്റർ അതും എക്സ്പെൻസ് ആണ് 2,000. സാലറി അക്കൗണ്ട് ഡെറ്റർ 5,000, റെന്റ് അക്കൗണ്ട് ഡെറ്റർ 2,000. കയ്യിൽ നിന്ന് ക്യാഷ് പോയി, ക്യാഷ് ടു ക്യാഷ് 7,000.
salary account debtor 5,000, rent account debtor 2,000 to cash 7,000. നരേഷ് ഇങ്ങനെ രണ്ട് ഡെബിറ്റ് ഒക്കെ എഴുതുന്ന ജേണൽ എൻട്രിനെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് എൻട്രി. കോമ്പൗണ്ട് എൻട്രി. രണ്ട് ഡെബിറ്റ് അല്ലെങ്കിൽ രണ്ട് ക്രെഡിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ എൻട്രികളെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് എൻട്രീസ്. അടുത്ത ട്രാൻസാക്ഷൻസ്. അതിന് പോസ്റ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് അക്കൗണ്ട് ഉണ്ട്, സാലറി അക്കൗണ്ട്, ഡെറ്റർ. അപ്പോൾ സാലറി അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക ടു ക്യാഷ് 5,000. സാലറി അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത് ടു ക്യാഷ് 5,000. ടു ക്യാഷ് 5,000. റെന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത് ടു ക്യാഷ് 2,000. ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ബൈ സാലറി 5,000, ബൈ റെന്റ് 2,000. സാലറി അക്കൗണ്ടിൽ ടു ക്യാഷ് 5,000, റെന്റ് അക്കൗണ്ടിൽ ടു ക്യാഷ് 2,000, ക്യാഷ് അക്കൗണ്ടിൽ ബൈ സാലറി 5,000, ബൈ റെന്റ് 2,000. ഇനി നമുക്ക് ഈ ലെഡ്ജറുകളൊക്കെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക എന്ന് നോക്കാം. ഓരോ ലെഡ്ജറിലും എത്ര ബാലൻസ് ഉണ്ട് എന്നൊക്കെ, എത്ര ക്യാഷ് ബാലൻസ് ഉണ്ട്, എത്ര ഡെറ്റേഴ്സ് ബാലൻസ് ഉണ്ട് എന്നൊക്കെ ഓരോ അക്കൗണ്ടും നമുക്ക് എടുത്ത് നോക്കാം. ആദ്യം ക്യാഷ് അക്കൗണ്ട് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക. നമ്മൾ ഏത് സൈഡാണ് കൂടുതൽ എമൗണ്ട് ഉള്ളത് നോക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ സൈഡാണ് കൂടുതൽ. ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. ക്യാഷിന് എപ്പോഴും അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അസറ്റുകൾക്കും എക്സ്പെൻസുകൾക്കും ഒക്കെ എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അസറ്റുകൾക്കും എക്സ്പെൻസുകൾക്കും എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. റവന്യൂ, ക്യാപിറ്റൽ, എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതേപോലെ ലയബിലിറ്റീസ്, റവന്യൂ, ക്യാപിറ്റൽ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്, എപ്പോഴും ഡെബിറ്റ് സൈഡ് തന്നെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മൾ ആദ്യം കൂടുതലുള്ള ഭാഗം എടുത്ത് എഴുതി 10,25,000. എന്നിട്ട് നമ്മൾ ഈ 10,25,000 നിന്ന് ഇത്രയും നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും മൈനസ് ചെയ്തു. 10,25,000 നിന്ന് ഇത്രയും സംഭവങ്ങൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് 9,73,000 ആണ്. ക്യാഷ് നമ്മുടെ കയ്യിൽ 10,25,000 വന്നു, അത് പല രീതിയിൽ ചെലവായി പോയി. ഇനി ബാലൻസ് ഉള്ളത് 9,73,000 ആണ്. എന്നിട്ട് രണ്ട് സൈഡും സെയിം ടോട്ടൽ ആക്കുക. ഇവിടെ ടോട്ടൽ ചെയ്തായാലും ഇത്ര തന്നെ കിട്ടണം, 10,25,000. ഇവിടെ ടോട്ടൽ ചെയ്തായാലും 10,25,000. നമ്മുടെ ബാലൻസ്, ക്യാഷ് ബാലൻസ് 9,73,000 ആണ്. ഈ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. ഡെബിറ്റ് സൈഡ് കൂടുതലുള്ളപ്പോൾ ഡെബിറ്റ് സൈഡ് ടോട്ടലിൽ നിന്ന് ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ മൈനസ് ചെയ്തിട്ട് ആ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതും ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട്, C⁻T, ക്യാരിഡ് ഔട്ട്. അപ്പോൾ ഡെബിറ്റ് സൈഡ് കൂടുതലുള്ള ബാലൻസുകൾക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്. ഈ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ്. പക്ഷെ അത് എഴുതി ക്രെഡിറ്റ് സൈഡിലാണ് നമ്മളത് എമൗണ്ട് എഴുതിയിട്ട് ടോട്ടൽ ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ രണ്ട് സൈഡും ടോട്ടൽ 10,25,000. ഈ ബാലൻസ് എടുത്ത് എഴുതിയത് കൊണ്ടാണ് നമ്മൾ ടോട്ടൽ സെയിം ആയത്. ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട്. അടുത്ത അക്കൗണ്ടിലേക്ക് പോവാം. ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇങ്ങനെ ആയിരുന്നു, ബൈ ക്യാഷ് 10 lakh. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഭാഗം നമ്മൾ ടോട്ടൽ ചെയ്തു 10 lakh. അതേ ടോട്ടൽ നമ്മൾ ഇപ്പുറത്തേക്ക് കൊടുത്ത് എഴുതി. എന്നിട്ട് ഈ ടോട്ടലിൽ നിന്ന് ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബാലൻസ് ക്യാരിഡ് ഔട്ട് 10 lakh. അപ്പോൾ ഈ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ. അപ്പോൾ ഈ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിനകത്താണ് എഴുതുക, ടു ബാലൻസ് ക്യാരി ഡൗൺ. റൈറ്റ്. നമുക്ക് അടുത്ത വർഷത്തേക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതും. എന്നിട്ട് ബൈ എല്ലാ അക്കൗണ്ടും ഇതേപോലെ നമ്മൾ എടുത്ത് എഴുതും, ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ. അടുത്ത വർഷം നമ്മൾ ഈ 10 lakh ഇങ്ങോട്ട് എടുത്ത് എഴുതും, ഈ 10 lakh.
by balance brought. അതുപോലെ ക്യാഷിൻ്റെ ഇത് കാണുമ്പോൾ നമ്മൾ അടുത്ത വർഷം ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതും. To balance brought down B bargain. To balance brought down 9,73,000. Right. Next account balance ചെയ്യാം. Rent deposit account. ഇത് മാത്രമേ ഉള്ളൂ. 20,000. ടോട്ടൽ ചെയ്തു. ആ ടോട്ടൽ ഇവിടെ എടുത്ത് എഴുതി ബാലൻസ് ചെയ്തു 20,000. ഈ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. അപ്പോൾ ഈ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ്. റെന്റ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. നമ്മൾ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചാൽ അതൊരു അസറ്റ് ആണ്. അസറ്റുകൾക്ക് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. അസറ്റ് എക്സ്പെൻസ് ഇതിനെപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. ലയബിലിറ്റീസ് ക്യാപിറ്റൽ റവന്യൂ ഇതിനെപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അടുത്ത അക്കൗണ്ടിലേക്ക് വരാം. റെന്റ് അക്കൗണ്ട്. റെന്റ് അക്കൗണ്ടിൽ ടു ക്യാഷ് 2,000 ടോട്ടൽ ചെയ്തു 2,000. എന്നിട്ട് അത് ബാലൻസ് ചെയ്തു ബൈ ബാലൻസ് ക്യാരിഡ് ഔൺ 2,000. റെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് എപ്പോഴും എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് സൈഡ് കൂടുതലാണ്. അപ്പോൾ ബൈ ബാലൻസ് ക്യാരിഡ് ഔൺ 2,000. അടുത്ത അക്കൗണ്ടിലേക്ക് പോവാം. സാലറി അക്കൗണ്ട്. റെന്റ് അക്കൗണ്ട് പോലെ തന്നെ ഒരു എക്സ്പെൻസ് ആണ് സാലറി. 5,000 ബാലൻസ് ചെയ്തു ബൈ ബാലൻസ് ക്യാരിഡ് ഔൺ 5,000. അടുത്ത അക്കൗണ്ടിലേക്ക് പോകാം. സെയിൽസ് അക്കൗണ്ട്. ഈ സൈഡിലാണ് സെയിൽസ് അക്കൗണ്ട്. 55,000 ഈ സൈഡ് കൂടുതലാണ്. റവന്യൂ അക്കൗണ്ട് ആണ്. ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. 55,000 അത് ബാലൻസ് ചെയ്ത് വെച്ചു. ടു ബാലൻസ് ക്യാരിഡ് ഓൺ 55,000. അടുത്ത അക്കൗണ്ട് അലി അക്കൗണ്ട്. ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ 30,000 അത് ബാലൻസ് ചെയ്തു ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ 30,000. അപ്പോൾ അലി എന്ന് പറയുന്നത് നമുക്ക് പൈസ തരാനുള്ള ഒരാളാണ്. അസറ്റാണ്. അലി ഒരു അസറ്റാണ്. തരാനുള്ള ആളുകളെ പറയുന്ന പേരാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയും. അല്ലെങ്കിൽ ട്രേഡ് റിസീവബിൾസ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾസ്. നമുക്ക് പേയ്മെന്റ് ഗുഡ്സ് വിറ്റിട്ട് പേയ്മെന്റ് തരാനുള്ള ആളുകളെ പറയുന്ന പേരാണ് ഡെപ്റ്റേഴ്സ്, ട്രേഡ് റിസീവബിൾസ്, അക്കൗണ്ട്സ് റിസീവബിൾ എന്നെല്ലാം. അത് നമ്മുടെ ഒരു അസറ്റ് ആണ്. പേയ്മെന്റ് തരാനുള്ള ആളുകളാണ്. ഇതിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. 30,000 ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ 30,000. നെക്സ്റ്റ് അക്കൗണ്ട് ജെയിംസ് അക്കൗണ്ട്. ജെയിംസിന്റെ കയ്യിൽ നമ്മൾ ഗുഡ്സ് കടമായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഒരു ലയബിലിറ്റിയാണ്. ജെയിംസ് എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിയാണ്. ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ. 90,000. പക്ഷെ നമ്മളൊരു പേയ്മെന്റ് 5,000 റുപ്പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ബാലൻസ് ഉള്ളത് 85,000 ആണ്. ഈ 90,000 നിന്നും ഈ 5,000 മൈനസ് ചെയ്തപ്പോൾ 85,000. ടു ബാലൻസ് ക്യാരിഡ് ഓൺ 85,000. ജെയിംസ് ഒരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റിക്ക് എപ്പോഴും എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. 85,000 ക്രെഡിറ്റ് ബാലൻസ് ജെയിംസ്. നമ്മൾ കൊടുക്കാനുള്ള പാർട്ടികളെ പറയുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. പേയ്മെന്റ് കൊടുക്കാനുള്ള പാർട്ടികളെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. അല്ലെങ്കിൽ ട്രേഡ് പേയബിൾസ് എന്ന് പറയും. അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾസ് എന്ന് പറയും. എല്ലാ ഏത് പേര് വേണമെങ്കിലും ഉപയോഗിക്കാം. ക്രെഡിറ്റേഴ്സ്, ട്രേഡ് പേയബിൾ, അക്കൗണ്ട്സ് പേയബിൾ. പേയ്മെന്റ് നമ്മൾ കൊടുക്കാനുള്ള പാർട്ടികൾ. നമ്മൾ ആർക്കെങ്കിലും പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ അത് ലയബിലിറ്റി ആണ്. 85,000 നമുക്കൊരു ലയബിലിറ്റി. ജെയിംസിന് പേയ്മെന്റ് കൊടുക്കാനുണ്ട്. 85,000 ലയബിലിറ്റി ആണ്. നെക്സ്റ്റ് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് ടോട്ടൽ ചെയ്തു. ക്യാഷ് ടു ജെയിംസ് ടോട്ടൽ ചെയ്തപ്പോൾ 1 lakh rupees ആണ്. ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ 1 lakh. ടോട്ടൽ പർച്ചേസ് ഈ മാസത്തെ മൊത്തം പർച്ചേസ് 1,00,000 രൂപയുടെ ഗുഡ്സ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. കുറച്ച് ക്യാഷ് ആയിട്ട് വാങ്ങി. പിന്നെ ജെയിംസിന്റെ കയ്യിൽ നിന്ന് 2 പ്രാവശ്യം വാങ്ങി. ടോട്ടൽ 1 lakh rupees. നെക്സ്റ്റ് ഈ ലെഡ്ജറുകളിൽ നിന്ന് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ട്രയൽ ബാലൻസ്. നമുക്കറിയാം പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്, ജേണൽ, ലെഡ്ജർ. അടുത്ത സ്റ്റേജ് ആണ് ട്രയൽ ബാലൻസ്.
ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഡ്ജറുകളുടെ ഒരു ലിസ്റ്റാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെ അക്കൗണ്ടുകൾക്ക് ബാലൻസുകൾ ഉണ്ടോ ആ ബാലൻസുകളുള്ള അക്കൗണ്ടുകളെ ഒന്ന് ലിസ്റ്റ് എടുത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഏത് ദിവസം വേണമെങ്കിലും ട്രയൽ ബാലൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നോർമലി വർഷത്തിന്റെ അവസാനം പ്രിപ്പയർ ചെയ്യും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അത് ടാലി ആണെങ്കിൽ ബുക്ക് നമുക്ക് അരിത്തമെറ്റിക്കലി അക്യൂറേറ്റ് ആണെന്ന് പറയാം. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ബുക്ക് അരിത്തമെറ്റിക്കലി അക്യൂറേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ഓരോ ലെഡ്ജറുടെയും ബാലൻസുകൾ എടുത്ത് എഴുതുന്ന ആ പ്രക്രിയയാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. എല്ലാ അക്കൗണ്ടും നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ടു ബാലൻസ് ക്യാരി ഡൗൺ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്നെല്ലാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ആ ലെഡ്ജറുകളുടെ ബാലൻസുകൾ ഒരു ലിസ്റ്റിലേക്ക് എടുത്ത് എഴുതും. അതിനാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹെഡിങ് ഉണ്ടാക്കും, ട്രയൽ ബാലൻസ് ആസ് ഓൺ. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 30/4/2020 ഏപ്രിൽ മാസം കഴിഞ്ഞപ്പോൾ ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കണം. ഓരോ ലെഡ്ജറിനും എത്ര ബാലൻസ് ഉണ്ട്. ആദ്യത്തെ ലെഡ്ജർ നമ്മൾ എടുത്തു ക്യാഷ് ആണ്. ക്യാഷിൽ എത്ര ബാലൻസ് ഉണ്ട്? 9,73,000 ബാലൻസ് ഉണ്ട്. 9,73,000 നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. 9,73,000 എന്ത് ബാലൻസ് ആണത്? ഡെബിറ്റ് സൈഡ് കൂടുതലാണ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് ആണ്. എപ്പോഴും ഡെബിറ്റ് ബാലൻസ് തന്നെ ആയിരിക്കും. ക്യാഷ് അക്കൗണ്ട് പറഞ്ഞിട്ട് എഴുതുക, ക്യാഷ് അക്കൗണ്ട് 9 lakh. ഡെബിറ്റ് കോളത്തിൽ എഴുതുക 9,73,000. ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്. പെർട്ടിക്കുലേഴ്സ് ഡെബിറ്റ് ക്രെഡിറ്റ്, അതിൽ ക്യാഷ് ഡെബിറ്റ് കോളം 9,73,000. അടുത്ത ലെഡ്ജറിലേക്ക് പോവാം. നെക്സ്റ്റ് ലെഡ്ജർ ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ബാലൻസ് ക്യാരി ഡൗൺ 10 lakh. ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ട് ക്രെഡിറ്റ് കോളത്തിൽ ക്യാപിറ്റലിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് തന്നെയായിരിക്കും. ക്യാപിറ്റൽ ക്രെഡിറ്റ് കോളത്തിൽ 10 lakh. ക്യാഷ് നേരത്തെ ഉണ്ട്, ക്യാപിറ്റലും കൂടി എഴുതി. അടുത്ത അക്കൗണ്ടിലേക്ക് പോവാം. റെന്റ് ഡെപ്പോസിറ്റ്. റെന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു അസറ്റ് ആണ്. എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അസറ്റ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അസറ്റ് ആണ്. ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും 20,000. റെന്റ് ഡെപ്പോസിറ്റ് 20,000 ഡെബിറ്റ് ബാലൻസ്. അടുത്ത അക്കൗണ്ട് റെന്റ് അക്കൗണ്ട്. റെന്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. റെന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒരു അസറ്റ് ആണ്. റെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. 2,000 rupees. റെന്റ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസുകൾക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് കോളത്തിൽ എഴുതാം 2,000. റെന്റ് 2,000. നെക്സ്റ്റ് അക്കൗണ്ട് സാലറി അക്കൗണ്ട്. സാലറി ഒരു എക്സ്പെൻസ് അക്കൗണ്ട് തന്നെയാണ്. ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് കോളത്തിൽ എഴുതാം 5,000. സാലറി 5,000. നെക്സ്റ്റ് അലി അക്കൗണ്ട്. അലി ഡെബിറ്റ് ബാലൻസ് ആണ്. നമുക്ക് പേയ്മെന്റ് തരാനുള്ള ആളുകളാണ് അലി എന്ന് പറയുന്നത്. ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് ഡെബിറ്റ് കോളത്തിൽ എഴുതാം അലി 30,000. അടുത്ത അക്കൗണ്ട് പർച്ചേസ്. എക്സ്പെൻസ് ആണ് പർച്ചേസ് എന്ന് പറയുന്നത്. ഡെബിറ്റ് ബാലൻസ് ആണ് 1 lakh rupees. പർച്ചേസ് ഡെബിറ്റ് കോളത്തിൽ 1 lakh. അടുത്ത അക്കൗണ്ട് ജെയിംസ് അക്കൗണ്ട്. നമ്മൾ പേയ്മെന്റ് കൊടുക്കാനുള്ള പാർട്ടികളാണ്. ലയബിലിറ്റി ആണ്. ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്. നമ്മൾ ഇവിടെ എഴുതി ടു ബാലൻസ് ക്യാരി ഡൗൺ 85,000. ക്രെഡിറ്റേഴ്സ് ആണ്. നമ്മുടെ ലയബിലിറ്റി ആണ്. ക്രെഡിറ്റ് കോളത്തിൽ എഴുതാം ജെയിംസ് 85,000. നെക്സ്റ്റ് അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു റവന്യൂ ആണ്. റവന്യൂവിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ സെയിൽസ് എഴുതിയിട്ട് റവന്യൂ ക്രെഡിറ്റ് ബാലൻസ് 55,000. നെക്സ്റ്റ് ഫ്രൈറ്റ് അക്കൗണ്ട്. ഫ്രൈറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ആണ്. ഫ്രൈറ്റ് ഡെബിറ്റ് ബാലൻസ് ആണ്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 2,000. അപ്പോൾ ഡെബിറ്റ് കോളത്തിൽ എഴുതാം ഫ്രൈറ്റ് 2,000. എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് ഫർണിച്ചർ. ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു അസറ്റ് ആണ്. ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് സൈഡിലാണ് ഡെബിറ്റ് ബാലൻസ്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 8,000. ഡെബിറ്റ് കോളത്തിൽ എഴുതാം 8,000. ഫർണിച്ചർ 8,000. എല്ലാ അക്കൗണ്ടുകളുമായി ഇനി ടോട്ടൽ ചെയ്യുക.
ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും സെയിം എമൗണ്ട് വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ടോട്ടൽ സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാം ട്രയൽ ബാലൻസ് ടാലി ആയി എന്ന് പറയാം. ട്രയൽ ബാലൻസ് ടാലി ആയി കഴിഞ്ഞാൽ ബുക്ക് ഈസ് അരിത്മെറ്റിക്കലി അക്യുറേറ്റ് ആണ്. ഏതെങ്കിലും ലെഡ്ജറുകൾക്ക് നിൽ ബാലൻസ് ആണെങ്കിൽ അത് എഴുതണ്ട. ബാലൻസുകളുള്ള അക്കൗണ്ടുകളുടെ ഒരു ലിസ്റ്റാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. ട്രയൽ ബാലൻസ് ടാലി ആയില്ലെങ്കിൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. ട്രയൽ ബാലൻസ് ടാലി ആയില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് ടാലി ആക്കാൻ വേണ്ടി എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. എറേഴ്സ് എല്ലാം എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുക, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. പലതരത്തിലുള്ള എററുകൾ വരാം. ക്ലറിക്കൽ എറേഴ്സ് വരാം, പ്രിൻസിപ്പൽ എറേഴ്സ് വരാം. ക്ലറിക്കൽ എറേഴ്സ് തന്നെ പലതരത്തിലുണ്ട്. എറേഴ്സ് ഓഫ് കോമ്പൻസേഷൻ, എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് കമ്മീഷൻ, പല ടൈപ്പ് എറേഴ്സും വരാം. ഓക്കെ, ആ എറേഴ്സ് എല്ലാം റെക്ടിഫൈ ചെയ്ത് ട്രയൽ ബാലൻസ് നമ്മൾ ടാലി ആക്കിയിട്ട് വേണം ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, ഇനി ഈ ഫൈനൽ നമ്മൾ ട്രയൽ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണ്. ഇതൊരു ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് ഈ ഫൈനൽ അക്കൗണ്ട്സ് ഇത് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ അല്ല, ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പിന്നുള്ളത് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇത് നമ്മുടെ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ഒരെണ്ണം പെർഫോമൻസ് അറിയാനും മറ്റേത് പൊസിഷൻ അറിയാനും. നോക്കാം എങ്ങനെയാണ് നമ്മൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗുഡ്സ് വാങ്ങി ഗുഡ്സ് വിറ്റു, അതുകൊണ്ടുണ്ടാവുന്ന ലാഭം അറിയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മൾ ആദ്യം ഹെഡിങ് എഴുതും, ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ പീരീഡ് എൻഡഡ് 30/4/2020. എന്നിട്ട് നമ്മൾ ഈ ട്രയൽ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഓരോരോ ഐറ്റംസും എടുത്ത് എഴുതണം. നമുക്ക് ഈ ഇതിനൊക്കെ വന്നിട്ട് അനലൈസ് ചെയ്യാം. ആദ്യം ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. ക്യാഷ് അസറ്റാണ്. അസറ്റുകളെല്ലാം ബാലൻസ് ഷീറ്റിലാണ് എഴുതുക. ക്യാപിറ്റലും ബാലൻസ് ഷീറ്റിലാണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പൊസിഷൻ അറിയാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. റെന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നതും അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിലാണ്. റെന്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. റെന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അസറ്റ് ആണ്, പക്ഷെ റെന്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് എഴുതണം. സാലറി എന്ന് പറയുന്നതും എക്സ്പെൻസ് ആണ്, അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് എഴുതണം. ഈ അലി എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിൽ കാണുന്ന അലിയാണ്. ഡെബിറ്റ് സൈഡിലുള്ള അലികൾ എന്ന് പറയാൻ നമ്മുടെ ഒരു അസറ്റ് ആണ്, ഡെപ്റ്റേഴ്സ് ആണ്, അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൽ എഴുതണം. പർച്ചേസ്, ഗുഡ്സ് വാങ്ങിയതും ഗുഡ്സ് വിറ്റ സംഭവങ്ങളെല്ലാം എഴുതുന്ന ഒരു അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഗുഡ്സ് വാങ്ങി ഗുഡ്സ് വിറ്റു, അതുകൊണ്ട് എന്ത് ലാഭം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. ജെയിംസ് ക്രെഡിറ്റ് സൈഡിലാണ് കാണുന്നത്. ജെയിംസ്, അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കാണുന്ന ആളുകളെ പറയുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. അത് ലയബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് എഴുതണം. ക്രെഡിറ്റേഴ്സ് ജെയിംസ്. സെയിൽസ് നമ്മൾ ഗുഡ്സ് വിറ്റതാണ്. ഗുഡ്സ് വിറ്റ സംഭവങ്ങളെല്ലാം എഴുതുന്ന അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഗുഡ്സ് വാങ്ങി ഗുഡ്സ് വിറ്റു എല്ലാ സംഭവങ്ങളും എഴുതുന്ന അക്കൗണ്ട് ആണ് ട്രേഡിംഗ്. ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസിനെയാണ് നമ്മൾ ഫ്രൈറ്റ് ഇൻവേർഡ് എന്ന് പറയുന്നത്. ഗുഡ്സ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഫ്രൈറ്റ് ആണ്. അപ്പോൾ അതും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് പർച്ചേസിന്റെ എക്സ്പെൻസ് ആയിട്ട് അത് കാണിക്കണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. ഫർണിച്ചർ നമ്മുടെ ഒരു അസറ്റ് ആണ്, കുറേ വർഷം നമ്മൾ ഉപയോഗിക്കും, അതുകൊണ്ട് ആ ഫർണിച്ചർ നമ്മുടെ ഒരു അസറ്റ് ആണ്.
അപ്പോൾ ക്യാഷ് അസറ്റാണ് ബാലൻസ് ഷീറ്റിൽ, ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ, റെന്റ് ഡെപ്പോസിറ്റ് അസറ്റാണ് ബാലൻസ് ഷീറ്റിൽ, റെന്റ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ, സാലറി എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ, അലി നമുക്ക് തരാനുള്ള ആളാണ്, അപ്പോൾ ഡെപ്റ്റേഴ്സ് അസറ്റ് ആണ് ബാലൻസ് ഷീറ്റിൽ, പർച്ചേസ് ഗുഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ, ജെയിംസ് നമ്മൾ പേയ്മെന്റ് കൊടുക്കാനുള്ള പാർട്ടികളാണ് ലയബിലിറ്റി ബാലൻസ് ഷീറ്റിൽ, സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ട് ഗുഡ്സുമായി ബന്ധപ്പെട്ട റവന്യൂ ആണ് സെയിൽസ്, ഫ്രൈറ്റ് ഗുഡ്സുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ, ഫർണിച്ചർ ഒരു അസറ്റ് ആണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ഓക്കെ, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വരാം. ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗുഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ. ഏതെങ്കിലും കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് ബാക്കിയുണ്ടെങ്കിൽ അതാണ് ആദ്യം എഴുതേണ്ടത്, ഓപ്പണിംഗ് സ്റ്റോക്ക്. നമ്മളിപ്പോൾ ബിസിനസ് തുടങ്ങിയിട്ടുള്ളൂ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഏപ്രിലാണ് നമ്മൾ ബിസിനസ് തുടങ്ങിയത്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. പർച്ചേസ് ഗുഡ്സ് നമ്മൾ വാങ്ങിയത് 10 lakh rupeesനാണ്. ഇവിടെ സോറി, പർച്ചേസ് 10 lakh അല്ല 1 lakh, പർച്ചേസ് 1 lakh. അത് നമ്മൾ പർച്ചേസ് എഴുതി 1 lakh. ഫ്രൈറ്റ് 2000 ഗുഡ്സുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകളാണ് ഫ്രൈറ്റ്. റവന്യൂ സെയിൽസ് 55,000. നമ്മൾ ഈ സ്റ്റോക്ക് എങ്ങനെ വന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഒരു വാല്യൂ ചെയ്തു, ഗുഡ്സ് എല്ലാം വാങ്ങി, ആ വാങ്ങിയ ഗുഡ്സ് നമ്മൾ കുറേ ഗുഡ്സ് വാങ്ങിയിരുന്നു, 1 lakh rupeesന്റെ ഗുഡ്സ് വാങ്ങിയിരുന്നു. നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഗുഡ്സ് നമ്മൾ വിറ്റു, 55,000 നമ്മൾ വിറ്റു. 55,000 rupeesന്റെ ഗുഡ്സ് അല്ല നമ്മൾ വിറ്റത്, ഗുഡ്സിന്റെ വില ഇതിനേക്കാളും കുറവായിരിക്കും, നമ്മുടെ ലാഭം ഉൾപ്പെടെയാണ് 55,000. അപ്പോൾ ബാലൻസ് ഉള്ള ഗുഡ്സ് 70,000 rupeesന്റെ ഗുഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് 30,000 വരെയുള്ള ഗുഡ്സ് ആണ് 55,000 വിറ്റിട്ടുള്ളത്. 1 lakh rupeesന്റെ ഗുഡ്സ് വാങ്ങിയിരുന്നു, അതിൽ 70,000 ഗുഡ്സ് ബാക്കിയുണ്ട്. അപ്പോൾ 30,000 ഗുഡ്സ് ആണ് 55,000 വിറ്റത്. അപ്പോൾ നമുക്കിവിടെ ലാഭമുണ്ട്. 30,000 ഗുഡ്സ് 55,000 വിൽക്കുമ്പോൾ നമുക്ക് 25,000 rupees ലാഭമുണ്ട്. പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഫ്രൈറ്റ് കൊടുത്തിട്ടുണ്ട് 2,000. നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 23,000 ആണ്. ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല, സിമ്പിളായിട്ട് ആഡ് ചെയ്യുക. ഈ സൈഡ് ഒന്ന് ആഡ് ചെയ്യുക. 55,000 പ്ലസ് 70,000 1,25,000. അതിൽ നിന്ന് ഈ ഭാഗത്തെ കാര്യങ്ങൾ മൈനസ് ചെയ്യുക, കിട്ടും ടു ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട് 23,000. എന്നിട്ട് ടോട്ടൽ ചെയ്തത് 1,25,000. ഈ 70,000 എങ്ങനെ കിട്ടിയത്? അത് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. 70,000 എന്ന് പറയുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്ത് എടുത്തതാണ് 70,000. എത്ര സ്റ്റോക്ക് ബാക്കിയുണ്ട് എന്നുള്ളത് വാല്യൂ ചെയ്തപ്പോൾ 70,000 ഉണ്ട്. അങ്ങനെയാണ് അത് ഇട്ടത്. നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് അപ്പോൾ 23,000 ആണ്. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ആദ്യം എഴുതേണ്ട ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക്. ഡെബിറ്റ് സൈഡിൽ എഴുതുക ടു ഓപ്പണിംഗ് സ്റ്റോക്ക്. ദെൻ ടു പർച്ചേസസ്. പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം പർച്ചേസിൽ നിന്ന്. എന്നിട്ട് ടു ഡയറക്റ്റ് എക്സ്പെൻസ്, പർച്ചേസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സ്പെൻസുകളും ഇവിടെ എഴുതണം. ബൈ സെയിൽസ്, സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം, ലെസ് സെയിൽസ് റിട്ടേൺ കാണിക്കണം. ദെൻ ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. എന്തിനാ ക്ലോസിംഗ് സ്റ്റോക്കിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്? നമ്മൾ ഈ വാങ്ങിയ മുഴുവൻ ഗുഡ്സും വിറ്റിട്ടില്ല, ഇത് മൊത്തം എക്സ്പെൻസ് എന്ന് പറയാൻ പറ്റില്ല. ഈ 1 lakh മൊത്തം നമ്മുടെ എക്സ്പെൻസ് ആയിട്ടില്ല. 1 lakh നമ്മൾ വാങ്ങിയെങ്കിലും അതിലെ കുറച്ച് ഗുഡ്സ് നമ്മൾ വിറ്റിട്ടുള്ളൂ. ബാലൻസ് ഉള്ളത് എഴുതിയാലാണ് നമുക്ക് പ്രോഫിറ്റ് എത്രയുണ്ടെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഗ്രോസ് പ്രോഫിറ്റ് 23,000. ഇനി ഈ ഗ്രോസ് പ്രോഫിറ്റ് അടുത്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുത്തെഴുതും. ബൈ ഗ്രോസ് പ്രോഫിറ്റ് 23,000. ഇവിടെ ഡെബിറ്റിൽ വന്ന സംഭവം 23,000. നമ്മുടെ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അടുത്തതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഹെഡിങ് എഴുതി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 30/4/2020. ഏപ്രിൽ 30-നാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ 23,000. ഇനി നമുക്ക് എന്തെല്ലാം എക്സ്പെൻസ് ഉണ്ട് നോക്കാം. എക്സ്പെൻസ് ഉള്ളത് റെന്റ് നമ്മുടെ എക്സ്പെൻസ് ആണ്, സാലറി എക്സ്പെൻസ് ആണ്. രണ്ട് എക്സ്പെൻസേ ഉള്ളൂ. പർച്ചേസ് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു, നമ്മൾ ഈ സെയിൽസ് ഓൾറെഡി എഴുതി കഴിഞ്ഞു.
ഫ്രൈറ്റും എഴുതി കഴിഞ്ഞു. അപ്പോൾ 2 എക്സ്പെൻസ് ഉണ്ട്, റെൻറ്റും സാലറി. പർച്ചേസുമായി ബന്ധപ്പെടാത്ത മറ്റ് എക്സ്പെൻസുകളാണ് നമ്മൾ ഇതിൽ എഴുതുക. സാലറി 5000, റെൻറ്റ് 2000. ഈ 23,000 നിന്ന് ഈ 7,000 മൈനസ് ആയി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളതാണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 16,000 ആണ് പ്രോഫിറ്റ്. ഈ 23,000 നിന്ന് 7,000 മൈനസ് ചെയ്തപ്പോൾ 16,000. ഇത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇത് ബിസിനസിൻ്റെ ഓണേഴ്സിനുള്ളതാണ്. അതുകൊണ്ട് ഇത് ഈ പ്രോഫിറ്റ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യണം, പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം. ഇനി ബാലൻസ് ഷീറ്റിലേക്ക് പോവാം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിനി എന്തെല്ലാം ബാക്കിയുണ്ടെന്ന് നോക്കാം. ഇനിയുള്ളത് ക്യാഷ് ബാക്കിയുണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഇതൊക്കെ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റമാണ്. ക്യാഷ് അസറ്റാണ്, റെൻറ്റ് ഡെപ്പോസിറ്റും അസറ്റാണ്, അലി പേയ്മെൻറ്റ് തരാനുള്ള ആളാണ്, അസറ്റാണ്, ഫർണിച്ചർ അസറ്റാണ്. അപ്പോൾ 1, 2, 3, 4 അസറ്റുകളുണ്ട്. ക്യാഷ്, റെൻറ്റ് ഡെപ്പോസിറ്റ്, അലി, ഫർണിച്ചർ. ഫർണിച്ചർ, ക്യാഷ്, ഫർണിച്ചർ, റെൻറ്റ് ഡെപ്പോസിറ്റ്, അലി. പിന്നെ നമ്മുടെ സ്റ്റോക്കും ഉണ്ട്. 70,000 rupees സ്റ്റോക്കും. ഫർണിച്ചർ 8,000, റെൻറ്റ് ഡെപ്പോസിറ്റ് 20,000, അലി 30,000, ഇൻവെന്ററി സ്റ്റോക്ക് 70,000, ക്യാഷ് ബാലൻസ് 9,73,000. ലാബിലിറ്റി ഉള്ളത് ഒരേ ഒരു ലാബിലിറ്റി ഉള്ളൂ, ജെയിംസിന് 85,000 rupees കൊടുക്കാനുണ്ട്. നമ്മുടെ ക്യാപിറ്റൽ 10 lakh rupees ആയിരുന്നു. അതിൽ കൂടി ഇപ്പോഴത്തെ പ്രോഫിറ്റ് 16,000 കൂടെ വന്നു. ടോട്ടൽ 10,16,000. രണ്ട് സൈഡും ആഡ് ചെയ്ത് നോക്കുക, സെയിം ടോട്ടൽ ആയിരിക്കും. അപ്പോൾ ഒരു സൈഡിൽ അസറ്റ് എഴുതുന്നു ബാലൻസ് ഷീറ്റിൽ, ഈ സൈഡിൽ അസറ്റ് എഴുതുന്നു, ഈ സൈഡിൽ ക്യാപിറ്റലും ലാബിലിറ്റീസും. ബാലൻസ് ഷീറ്റ് ആസറ്റ് 30/4/2020 അങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുക. ബാലൻസ് ഷീറ്റ് ആസറ്റ് 30/4/2020 എന്ന് വേണമെങ്കിലും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. നോർമലി 31st മാർച്ചിനാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. 31st മാർച്ചിന്റെ ഡേറ്റിലാണ്. ഏത് ഡേറ്റിൽ വേണമെങ്കിലും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. രണ്ട് സൈഡും ടോട്ടൽ സെയിം ആയിരിക്കും ബാലൻസ് ഷീറ്റിൽ. ഒരു ഭാഗം അസറ്റ്സ്, വേറെ ഭാഗം ലയബിലിറ്റീസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഒരു ജേണൽ എഴുതുക, ജേണലിൽ നിന്ന് എങ്ങനെയാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക, ലെഡ്ജർ എങ്ങനെ ബാലൻസ് ചെയ്യാം, ആ ബാലൻസുകളിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക, ട്രയൽ ബാലൻസിൽ നിന്ന് എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.